മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. എല്ലാം കൂടി ഒറ്റയടിക്കൊന്നും മേടിച്ചില്ല, എല്ലാം കുറച്ച് കുറച്ച് മേടിച്ചു. അതിൻ്റെ കൂടെ ഈ ഒരു സാധനം കണ്ടോ, ഇതെന്തൊരു വിലയായി എൻ്റെ പൊന്നു. ഇത്രയും മേടിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ എന്തായാലും ഞാൻ മേടിച്ചിട്ടില്ല, കാരണം അതിൻ്റെ അടുത്തോട്ടെടുക്കാൻ 400 കിലോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയില, അതിൻ്റെ ഫേമസ് കേട്ടോ മല്ലിയില. പിന്നെ ഇതെല്ലാം നമ്മളൊന്ന് സെറ്റാക്കണം ഇനി, അതാണ് എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ടേക്കുന്നത്. പലവ്യഞ്ജനങ്ങളെല്ലാം കൂടി ഒന്നിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി ഇനി സെറ്റാക്കി വെക്കണം. അതൊരു മേക്കേട് പണി തന്നെയാണ്. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ നാട്ടിലാണെങ്കിലേ ഇതിനെ കർപ്പൂര മാങ്ങ എന്ന് പറയും. ഇത് കണ്ടോ, എന്ത് രസമുണ്ട്. ഈ മാങ്ങയ്ക്ക് നമ്മൾ പറയുന്നത് കർപ്പൂര മാങ്ങ എന്നാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഒരെണ്ണമൊക്കെ എറിഞ്ഞിട്ട് പിച്ചി കൂടെ വരുന്ന ആമ്പിള്ളേർ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരെണ്ണം എറിഞ്ഞിട്ട് പിച്ചി തന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ കൊണ്ടുപോകത്തില്ലേ സ്കൂളിൽ. എന്നിട്ട് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 12:30 മുതൽ 12:30 ആകുമ്പോൾ സ്കൂൾ വിടും. എന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മാങ്ങയും ഒരാൾ സെറ്റ് ചെയ്യും. ഞാൻ ഉപ്പും കൊണ്ടുവരും, നീ മുളക് പൊടി കൊണ്ടുവരണം, അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് മാങ്ങ ഒരാൾ കൊണ്ടുവരും. എന്നിട്ട് എല്ലാം കൂടി ഇരുന്ന് കൂട്ടുകാരികളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ അന്തൊരു കാലം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് സ്കൂള് പിന്നെ ബെല്ലടിച്ച് കയറ്റത്തോളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളതൊക്കെ കഴിക്കത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതായിരുന്നു. ഇതിനാണെങ്കിൽ അധികം പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം ഇതൊന്നും എൻ്റെ നാക്കിലോട്ട് തൊടാൻ പോലും ആയി. പക്ഷേ എനിക്ക് ഈ മാങ്ങ ഇന്ന് കണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് പോയി മേടിച്ചാണ്. അപ്പോൾ ഇന്ന് ഇത് കണ്ടപ്പോഴുണ്ട് നല്ല പച്ച ഫ്രഷ് മാങ്ങ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചോറ് ഉച്ചയ്ക്ക് തിന്നുന്നതിന് മുമ്പായിട്ട് ഇതിച്ചിരി അതുപോലെ ഒന്ന് കഴിച്ച് നോക്കിയാൽ എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് വീഡിയോസ് ഇടാം കേട്ടോ. ഇത് പച്ചമുളക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്തതാണ് കേട്ടോ. പക്ഷേ നമ്മളുണ്ടല്ലോ പച്ചമുളകിൻ്റെ തണ്ട് ഈ ഞെട്ടിങ്ങനെ കളഞ്ഞിട്ട് ഇത് പച്ചമുളക് മാത്രമായിട്ട് ഇതുപോലെ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കേടൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഇപ്പോൾ സമയമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് എടുത്ത് വെക്കുന്നത്. കാരണം കുറേ ജോലി ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് കുറച്ച് തുണികളൊക്കെ എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതുപോലെ ഇടാഞ്ഞത് കേട്ടോ. പക്ഷേ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാനത് ഇതെല്ലാം വൈകുമ്പാട് ജോലിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അതാണ്ട് നമ്മൾ ഇത് കണ്ടോ, എന്താ പറയുക, വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ അല്ലിയില്ലേ, നല്ല മുട്ട വെളുത്തുള്ളി, ഇത് അല്ലി ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി തൊലിയൊക്കെ മാറ്റി ഓരോന്നായിട്ട് നമ്മൾ പൊളിച്ചിടുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതും കുറേ നാൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. അതൊക്കെ ഒരു ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതുപോലെ പണ്ടൊരു യൂട്യൂബിനകത്ത് കണ്ടതാണ് കേട്ടോ. പക്ഷേ പച്ചമുളകുടെ എൻ്റെ കാര്യം എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ ഇതെനിക്കറിയത്തിരുന്നു. പക്ഷേ അത് കണ്ട് ഞാൻ ചെയ്തതെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായി കേട്ടോ. അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മുടെ പച്ചക്കറികളും സെറ്റുകളും എല്ലാം നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ചുള്ളിയും സവാളയും എല്ലാം കൂടെ ഇതുപോലത്തെ കൂടയ്ക്കകത്ത് ഇട്ടിട്ട് ഞാനതാ ഇങ്ങനെ അങ്ങ് അടച്ചാണ് വയ്ക്കുന്നത്. ഇതുപോലത്തെ കൂടെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ മല്ലിയില നന്നായിട്ട് കഴുകിയിട്ടുണ്ടല്ലോ, തോത്തിയിട്ട് ഇതുപോലൊരു ബോക്സിനകത്ത് വെച്ച് അങ്ങ് അടച്ച് ഇതുപോലത്തെ ഒരു ടിന്നിനകത്ത് വെച്ച് അടച്ച് വെക്കുകയാണെങ്കിലുണ്ടല്ലോ കുറച്ച് നാൾ നമുക്ക് ഒരു 1-2 ആഴ്ചയോളം നമുക്ക് കേടുകൂടാതെ എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് കാരലാട്ടോ, ഇത് കുറച്ച് കാരലാണ്. അഥവാ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ കാരലെടുത്ത് പൊരിക്കുകയോ കറി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്നങ്ങ് മറന്നു, ഇച്ചിരി വാഴയ്ക്ക മേടിച്ചുണ്ടാക്കാൻ മറന്നു. വാഴയ്ക്കങ്ങളുണ്ടെങ്കിൽ ഇന്ന് നല്ല അടിപൊളി കറി വെച്ചേനെ. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതിരിക്കാൻ പറ്റും. ഇത് അവർ പറഞ്ഞ ടിപ്പാണ് കേട്ടോ. ഇത്രയും മേടിച്ചപ്പം പറഞ്ഞു പെട്ടെന്ന് ചീത്തയാവും, എനിക്ക് ഇത്രയും വേണ്ടെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് നമ്മളൊരു കുഴപ്പമില്ല, ഒരു തട്ട എടുത്തിട്ട് അതിനകത്ത് ആദ്യമേ കുറച്ച് പേപ്പർ എടുത്ത് വേണമെന്ന്, പേപ്പർ അടിയിലിട്ടിട്ട് ഇതെല്ലാം എടുത്ത് അതിനകത്തോട്ട് സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്രദമാകുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ഒന്ന് എടുത്തിട്ടേക്കുന്നത് കേട്ടോ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേ. 2 അയില കേട്ടോ. ഈ 2 അയിലയ്ക്ക് 100 രൂപ വില, ഒരു അയിലയ്ക്ക് 50 രൂപ വിലയാണ് കേട്ടോ. നമ്മുടെ നാടും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. 2 അയിലയ്ക്ക് 100 രൂപ. ഇത് 50 രൂപയുടെ മത്തി കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചെന്നാൽ ഇത് മുളകറിയും വെച്ച് ഇതെടുത്ത് വറക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാവേ. അയിലെല്ലാം ക്ലീൻ ചെയ്തിട്ട് നല്ലവണ്ണം നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 എണ്ണമേ ഉള്ള അയില, അതനുസരിച്ച് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് എടുത്ത് നമ്മൾ മത്തി വറക്കാനായിട്ട് എടുത്തുള്ളൂ. ബാക്കിയെല്ലാം കൂടെ ഇതുപോലെ ഒരു ഇതിനകത്തോട്ട് ആക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ചു കേട്ടോ. ഇത് കാരണം ഇത് വേറെ ഒന്നിനല്ല, വൈകിട്ട് ചേട്ടന് ചൂടോടെ വറുത്ത് കൊടുക്കാൻ വേണം. അപ്പോൾ ഇത് നമ്മളൊരു മസാല പുരട്ടി ഇതിപ്പം ഫ്രിഡ്ജിനകത്തോട്ട് അങ്ങ് വെക്കും. ഉച്ചയ്ക്കത്തേക്ക് കുറച്ചേ എടുക്കുന്നുള്ളൂ. കാരണം എനിക്കും മോനും ഇത്രയും തന്നെ വേണമെന്നൊന്നും ഇല്ല, എന്നാലും എടുത്തതേ ഉള്ളൂ.
അടുപ്പിലോട്ട് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊന്നും നോക്കിയില്ല, നല്ലവണ്ണം നല്ല ദാഹമുണ്ട്, നല്ല ചൂടല്ലേ. അപ്പോൾ പിന്നെ ഒരു ടാങ്കും ഇച്ചിരി നാരങ്ങയും കൂടി എടുത്ത് വെച്ച് നമുക്ക് അങ്ങോട്ട് കലക്കി ഇച്ചിരി വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ട് അടുത്ത പരിപാടി പിന്നീട് നോക്കാമെന്ന് വിചാരിച്ചേ. ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെ ഒരു ഇച്ചിരി വെള്ളമൊക്കെ നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ കുടിക്കുമ്പം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സുഖമാണ് കേട്ടോ. അടിപൊളി. ഞാനിതുപോലെ തണുത്ത വെള്ളം ഇതുപോലെ ആക്കിയിട്ട് അങ്ങ് വെച്ചേക്കും കേട്ടോ. എന്തിനാണെന്നറിയാം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാൻ. പക്ഷേ ഹസ് ജോലിയും കഴിഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് അത് ഞാൻ കുടിച്ച് തീർക്കും. കാരണം എന്താണെന്ന് വെച്ചാലേ പനി അങ്ങനെ പിടിച്ച് എനിക്ക് പനി വന്നാൽ ഉറപ്പായിട്ടും ചേട്ടനും വരും, മോനും വരും. എല്ലാവർക്കും കൂടെ പനി വന്ന് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പള്ളു പറയും. അതിന് മസ്റ്റായിട്ടും. പിന്നെ നാരങ്ങ എനിക്കിവിടെ ഉറപ്പായിട്ടും കാണും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഈ ലോ പ്രഷർ ഉള്ളതുകൊണ്ട് എനിക്ക് നാരങ്ങയ്ക്കകത്ത് ഉപ്പും പഞ്ചസാരയും ഇട്ട് ഞാൻ കുടിക്കും, നാരങ്ങ വെള്ളം പിഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി നാരങ്ങ എപ്പോഴും കാണും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ശകലം ടാങ്ങും കൂടെ കളറിന് വേണ്ടി ഞാൻ മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. എണ്ണ അങ്ങോട്ട് നന്നായി ചൂടായി കഴിയുമ്പോഴേ 2-3 ഉലുവ ഇട്ട് നമുക്കങ്ങ് പൊട്ടിക്കാം കേട്ടോ. ഉലുവ ഞാൻ പൊടി ഇടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, കൊച്ചുള്ളിയും വാങ്ങി വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കൊച്ചുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി നല്ല റോക്കറ്റ് പോലെ കുതിച്ചാണ് ഓരോ ദിവസമായിട്ട് വിലയങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ, എനിക്ക് പോലും അറിയാൻ വയ്യ. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് മൂത്തൊന്ന് നന്നായിട്ടൊന്ന് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അതാണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഉലുവ ഇട്ടതാണ്, അതുകൊണ്ട് നമ്മൾ ഉലുവപ്പൊടി ഇടാത്തത്. ഉലുവപ്പൊടിയും കൂടി അല്ല, ഉലുവ നമ്മൾ ചേർക്കാത്ത കടുക ചേർക്കുന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇടണം കേട്ടോ. അതേ കറി അങ്ങോട്ട് സുഖിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം, അടിക്കൊന്നും പിടിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഇന്ന് ഇച്ചിരി മസാല ചേർക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ 2 കഷ്ണം മീനും ഉണ്ട്, പൂച്ചക്കുഞ്ഞിന് പോലും മുഴുക്കത്തില്ല. നമ്മളെന്താ ചെയ്യാൻ, ആകെ 100 രൂപയ്ക്ക് 2 ഐറ്റം കിട്ടിയത്, കുഞ്ഞ് 2 ഐറ്റം, ഒന്നും പറയണ്ട. അതുകൊണ്ട് ഇച്ചിരി മസാലയേ ഉള്ളൂ, അത് മതിയെന്ന് വെച്ചു. നന്നായിട്ട് അങ്ങോട്ട് മൂത്തങ്ങോട്ട് വരുമ്പം എന്നിട്ട് കളറൊക്കെ അങ്ങോട്ട് മാറി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളിന്ന് മാങ്ങ ഇട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് കൂടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയൊക്കെ ഇട്ട്. പക്ഷേ എനിക്ക് തേങ്ങ അരച്ച് കറി വെക്കുന്നത് ഇഷ്ടം. പിന്നെ തേങ്ങയുടെ ക്ഷാമം കൊണ്ടാണ് നമ്മൾ തേങ്ങ ഇട്ട് കറി വയ്ക്കാത്തത്. തിളയ്ക്കാനൊന്നും നിന്നില്ല, അതിന് മുമ്പായിട്ട് മാങ്ങയും കിട്ടും. കാരണം മാങ്ങയും അരിപ്പും എല്ലാം കൂടെ ചേർന്നങ്ങ് തിളയ്ക്കട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് മാങ്ങായി ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ടങ്ങ് തിളയ്ക്കാനായിട്ട് വെച്ച്. ഇനി തിളയെന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ പെറുക്കിടാവേ. മീൻ അപ്പുറത്ത് അടുപ്പിലോട്ട് അങ്ങോട്ട് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മളാണ്ട് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മുടെ മത്തിയെ അങ്ങോട്ട് ശരിയാക്കി എടുത്തിട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ മത്തി ഇപ്പുറത്ത് അടുപ്പിലോട്ടും കൂടെ കിടന്നങ്ങ് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ജോലി പെട്ടെന്ന് സെറ്റാകും കേട്ടാ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഞാൻ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം 2 അടുപ്പിലോട്ടും കൂടെ നിങ്ങൾ പാചകം ചെയ്യും. കാരണം എന്താ, ഇച്ചിരി നേരം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ. നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും നമുക്ക് എപ്പോഴും ജോലി എന്ന് പറഞ്ഞിരിക്കാൻ പറ്റും അല്ലേ? പിന്നെ ബാക്കി വരുന്ന മസാലയൊക്കെ എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള മസാലകൾ ഇതുപോലെ അങ്ങ് തേച്ചങ്ങ് ഉരുട്ടി അങ്ങ് വെക്കും. കാരണം ഒരു തുള്ളി പോലും മുളക് പൊടിയൊക്കെ കളയാൻ നമുക്ക് വലിയ പാടായില്ലേ. നമ്മുടെ മീൻകറിയുടെ അരപ്പ് നല്ലവണ്ണം തിളാന്ന് വന്നിട്ടുണ്ട്. ആദ്യം തലയെടുത്ത് അങ്ങ് ഇട്ടേക്കാം കേട്ടോ. ഇവിടെ പിന്നെ മൂത്ത മോൻ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തല 2 എനിക്കുള്ളതാണ്. എൻ്റെ ചേട്ടനും തിന്നൂല, ഇളയാളും തിന്നത്തില്ല കേട്ടോ. 4 ആയിരുന്നെങ്കിൽ ഞാനും എൻ്റെ മൂത്താളും കൂടെ കിടന്നടിയാണ് തലയ്ക്ക്. കാരണം എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയിലയുടെയൊക്കെ തലയും വലിയ കേര, ചൂര അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ എടുക്കത്തുള്ളൂ കേട്ടോ. വേറെ ഇതിൻ്റെ തലകളൊന്നും ഞാൻ എടുക്കത്തില്ല കേട്ടോ. അതുപോലെ മുട്ടൻ കോരയുടെയൊക്കെ തലയെടുത്ത് പറ്റിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കറി അങ്ങോട്ട് സെറ്റായി കുറുകി വരട്ടെ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയൊരു സംഭവമായിരുന്നു കേട്ടോ. ഇത് മെഴുക്ക് വരട്ടിയത്, ഇത് കത്രിക്കയാണ്. അത്യാവശ്യം രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ മെഴുക്ക് വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ദിവസവും ഉണ്ടാക്കി വെച്ചു, അതൊക്കെ വെളുപ്പിനെ ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെയാണ് ഞാൻ രസം വെക്കുന്നതിനാണ് എൻ്റെ ഹസ് പറയുന്നത്. പിന്നെ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മുടെ അയിലക്കറി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം കുറുകിത എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയിലക്കറിയും സെറ്റായി വന്ന് മീനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഏകദേശം മീനെല്ലാം വറുത്ത് സൈഡൊക്കെ തിരിച്ചിട്ട് അതങ്ങ് സെറ്റായി. അപ്പം വലിയ ആർപ്പാടും ആഡംബരവും ഒന്നുമില്ലാതെ ഇന്ന് വെച്ച കറികളൊക്കെ കൂട്ടി ഞാനൊരു കൊച്ചൂണ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ നല്ല ചൂടി ചോറിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ചോറിനകത്തോട്ട് നല്ല രസമൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. ഇത് കത്തിരിക്കാൻ മെഴുക്ക് വരട്ടിയായിരുന്നു. പണ്ടൊക്കെ സ്കൂളിൽ അമ്മ തന്നിടുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. കാരണം അമ്മമാരൊക്കെ പലതും നമുക്ക് ഇങ്ങനെ തന്നൊക്കെ നേരം എടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നൊക്കെ വിടുന്നത് നമ്മൾ ഒരു വിലയില്ലാതെ നമ്മളതെടുത്ത് പാഴാക്കി കളയുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതിൻ്റെ വിഷമമൊക്കെ മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു അമ്മയായതുകൊണ്ട് അങ്ങനെ നല്ല തലക്കറിയും അങ്ങോട്ട് എടുത്ത്, തലക്കറിയല്ല കേട്ടോ, പിന്നെ നല്ല ചൂടോടെ മുരിഞ്ഞ നല്ല മത്തി അങ്ങോട്ട് എടുത്ത് 2 മതി എനിക്ക് കേട്ടോ. ഒന്നാമത്
വണ്ണോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ചോറിനാൻ പോകണം. അപ്പം ടാറ്റ ബൈ, സി യു.